സാറേ എൻ്റെ പേര് ജോജോ മോനാണ്. ജോജോ, ഞാൻ വട്ടപ്പാറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വട്ടപ്പാറയാണോ സ്ഥലം? അവിടെ എത്ര വട്ടന്മാരുണ്ട്? അല്ല, എത്ര എത്ര വീട്ടുകാരുണ്ട് വീട്ടിൽ? അവിടെ വീട്ടുകാർ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് രാത്രി അതറിയാം, നിന്റെ ശരീരം കണ്ടാൽ അറിയാലോ, നീ ഭയങ്കര മെലിഞ്ഞ് ഒരുമാതിരി ഉണങ്ങി. അതെ. ആരടാ ബിജു? ആരടാ? ബിജു നമ്മുടെ അരകത്തുള്ള ഒരു നമ്മൾ ചെറിയ അതിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ. അതിൽ പ്രശ്നമുണ്ടോ? അതെ അതെ. ബിജു ആരാ? അകന്ന ബന്ധുവാണോ? അകന്ന ബന്ധുവാണ്. പിന്നെ അതല്ലാണ്ട് എൻ്റെ 2 കല്യാണം മുടക്കിയെന്നുള്ള. അല്ല, അതൊന്നും പറയണ്ട, എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ നീ തുറന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒന്നും പറയണ്ട, ഞാനെല്ലാം അങ്ങോട്ട് പറഞ്ഞോളാം. നിങ്ങളുടെ ഈ പശുത്തൊഴുത്ത് എവിടെയായിട്ടാ? പശുത്തൊഴുത്ത് നമ്മുടെ വീടിൻ്റെ ഒരു വടക്ക് സൈഡായിട്ട് വരും. വടക്ക് സൈഡിൽ. പശു ചാണകം ഇടുന്നത് ഈ സൈഡിലേക്കാണ്? അതിൻ്റെ തൊഴുത്തിന് തെക്കിലേക്കാണോ വടക്കിലേക്കാണോ ചാണകം ഇടുന്നത്? വടക്ക്. പശുവിനെ ഈ പ്രാവശ്യം മാറ്റി അപ്പുറത്തേക്ക് കെട്ടണം. ഈ ചാണകം ഇടുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു സാധനം നമ്മുടെ ഈ ബിജു ചെയ്തു വെച്ചിട്ടുണ്ട്. സാറേ, എനിക്ക് ആ കുളത്തിൻ്റെ അടുത്ത് കിടന്നേ ഒരു മുട്ടത്തോടെ കിട്ടിയായിരുന്നു. ആണോ? അതിൻ്റെ ചുവട്ടിൽ ഗ്ലാസ്സോ കുപ്പിയോ അങ്ങനെ വല്ലോ? ഞാൻ തലേദിവസം അടിച്ചതിൻ്റെ ബാക്കി അത് കളഞ്ഞായിരുന്നു. ഓംപ്ലേറ്റ് അടിച്ചിട്ടായിരിക്കും, ബുൾസൈ അടിച്ചായിരിക്കും. നീ ലഹരി ഉണ്ടോ? ലഹരി ഇപ്പൊ തൂഫാനൊക്കെ എൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാലോ നീ. തൂഫാനൊക്കെ വന്നിട്ട് ഇപ്പൊ ഇതുണ്ടോ? പക്ഷെ അത് കൊണ്ട് തന്നോണ്ടിരുന്ന സുധീഷ്, അവനിപ്പോ ഇവിടുത്തെ സാറിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. സുധീഷ്. അവനിവിടെ ഉണ്ട്, അവനിപ്പം ഓക്കെ ആയി. സുധീഷായിരുന്നു എത്തിക്കുന്നത്. നല്ല മിടുക്കനാ പയ്യന, എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. മിടുക്കം പയ്യനാ അവൻ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചതേ ഒരു ലേഡി ആയിരുന്നു. അത് ഞാൻ തന്നെയാ. അതെ, ഒരു മിനിറ്റ്, ഒരു പരസ്യം ഒന്ന് ഡബ് ചെയ്യട്ടെ. ഇപ്പം ആസ്ട്രോളജിയിൽ വിശ്വാസമായോ? നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? സാറ് തന്നെയാണല്ലേ?